എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ നിമിഷം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാന സർക്കാർ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ആരംഭിച്ചെങ്കിലും ഹൈക്കോടതി വിധിക്കെതിരെ ചോദ്യം ചെയ്ത് കേരള സിലബസുകാർ തിങ്കളാഴ്ച സുപ്രീം കോടതിയെ സമീപിക്കും. പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ വളരെയധികം പിന്നോട്ട് പോയതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കേസിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നാണ് ഹർജിക്കാർ പറയുന്നത്. ഈ വർഷം +2 മാർക്കുകൾ ഒഴിവാക്കി പ്രവേശന പരീക്ഷയുടെ മാർക്കുകൾ മാത്രം എടുക്കണമെന്നാണ് പുതിയ ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കീം അലോട്ട്മെന്റ് പ്രോസസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ജൂലൈ 16 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാനുള്ള അവസാന അവസരം. ജൂലൈ 17 ട്രയൽ അലോട്ട്മെന്റും ജൂലൈ 18 ഫസ്റ്റ് അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന് നിരന്തരമായി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കോളേജ് പ്രെഡിക്റ്റർ നിങ്ങളിലേക്ക് നൽകുകയാണ്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. കോളേജ് ദോസിന്റെ ഔദ്യോഗികമായ കീം കോളേജ് പ്രെഡിക്റ്റർ ആണ്. ഇതിൽ നിങ്ങളുടെ റാങ്കും കാറ്റഗറിയും സെലക്ട് ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റാങ്ക് വച്ച് ഏതൊക്കെ കോളേജുകളിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി പരിശോധിക്കുവാൻ ശ്രമിക്കുക. കീം 2025 സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.